നിന്റെ പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ? നിനക്ക് മാനസികമായിട്ട് നീ ഒട്ടും ഓക്കെ അല്ല. അപ്പൊ ഞാനൊരു മാനസിക രോഗിയാണ്. അയ്യോ, അന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ രാവിലെ യോഗയൊക്കെ ചെയ്യാൻ പോകുമ്പോ നീ എന്റെ കൂടെ വാ. അപ്പൊ ഞാൻ തടിച്ചിയാണെന്ന്. അങ്ങനെയല്ലെന്ന് എങ്കിൽ നീ വരണ്ട. അപ്പൊ ഞാൻ മടിച്ചിയാണെന്ന്. എടി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ നുണച്ചിയാണെന്ന്. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. എനിക്ക് എന്നാ ഞാൻ യോഗ ക്ലാസ്സിന് പോകുന്നില്ല. അപ്പൊ എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തന്നെ പോണമായിരുന്നു. എന്നാ ഞാൻ പൊക്കോളാം. കണ്ടോ, ഒറ്റയ്ക്ക് അവിടെ പോയി കുന്തളിക്കണമായിരുന്നു. അതിനാ ഇങ്ങനെ വളഞ്ഞു മൂക്കെ പിടിച്ച ഈ മനുഷ്യൻ എനിക്കറിയാം. എന്റെ ദൈവമേ, ഇതിന്റെ വായിരിക്കണ കേൾക്കാൻ ഒരു കാലം പോലും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഞാൻ പോയി, ഞാൻ ജഗന്നാഥൻ പോയി പോയി തുറടി. ആരെന്നും നോക്കടി. രാവിലെ അവള് എന്താ കാര്യം പറ, കാര്യം പറയടി. ഒരു തമാശ പറഞ്ഞപ്പോ സീരിയസ് ആയിട്ട് എടുത്ത് ഇങ്ങ് വന്നല്ലേ. വെറുതെ ഒരു കളി പറഞ്ഞു. ഇതാണ് ഞാൻ ഒരു തമാശ ഞാൻ പറയത്ത്. കാലിനെ നീ കണ്ട് എങ്ങനെ ഇരിക്കും? ഏകദേശം നിങ്ങളെ പോലെ. എന്നെ പോലെ ഇരിക്കും. അതാര്? നിങ്ങളുടെ അച്ഛൻ വന്ന് തോ വാതിലി. എന്റെ അച്ഛനാണ് കാലിനെ അടിച്ചാൽ എന്റെ അച്ഛൻ വന്ന് വെളിയിരിക്കുന്നു. അച്ഛാ, അച്ഛൻ കയറി വാങ്ങിച്ച. അച്ഛാ, അച്ഛാ അകത്തോട്ട് വാ. അച്ഛാ, എന്നെ കൂടോത്രം ചെയ്ത് കൊല്ലാൻ നോക്കിയ അവക്കടെ അടുത്തേക്ക് എന്റെ പട്ടി വരും. അങ്ങനെ പറയല്ലേ, അതൊരു ടീ ബാഗ് ആണ്. അത് കൂടോത്രൊന്നുമില്ല. അച്ഛൻ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവ്. എടാ, ഞാൻ അപ്ഡേഷൻ ആയ കാരണമാണ് നീ ഇങ്ങനെ രണ്ട് കാലയിലും ഇവിടെ നിൽക്കണത്. അതല്ലല്ലോ അച്ഛമ്മ 6 വർഷത്തെ പിണക്കം കഴിഞ്ഞല്ലേ എന്റെ അച്ഛനെ കാണാൻ. അച്ഛത്തോട്ട് വരില്ല പോടാ. എന്ത് കട്ടപ്പാണെന്ന് നോക്കിയേ. എടീ, അന്ന് നീ ഒറ്റ ഒരുത്തി കാരണം എന്റെ അച്ഛൻ പിണങ്ങി മാറിയിരിക്കുന്നത്. പോയി വിളിച്ചോണ്ടോ. സൗകര്യമില്ല എനിക്ക്. ദൈവമേ വിളിക്കണു. ഹലോ ഹലോ, ചേട്ടാ നിങ്ങൾ അവിടെ എത്തിയോ? എടി, ഞാൻ ഇവിടെ വന്ന് കേറിയുള്ളു. ചെന്ന് കേറി ചായം കുടിച്ച് വന്ന കാര്യം മറന്നു പോകരുത്. നമ്മുടെ മോനും അവളും കൂടെ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസിനാ അത് ആപത്ത്. എനിക്കറിയാം. അത് മറന്നു പോകരുത് ചേട്ടാ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? പിന്നെ ഈ ജോലി നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. കാരണം കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിൽ നിങ്ങൾ വിരുന്ന് വന്നപ്പോ ആ ദിവസം തന്നെ എന്റെ അച്ഛനെ അമ്മയും നിങ്ങൾ 2 വഴിക്കാക്കി. അതുപോലെ അവിടെ തകർത്തേക്കണം കേട്ടോ. എടി, അതുകൊണ്ടാണ് നാട്ടുകാരെന്നെ കുടുംബം കലക്കി കുഞ്ഞപ്പൻ എന്ന് വിളിക്കുന്നത്. 1ഉം 2ഉം അല്ല, 35 വർഷത്തെ സേവന പാരമ്പര്യം. നീ ഒരു കലത്തിൽ നല്ലോണം വെള്ളം ചൂടാക്കി വെച്ചോ. അതെന്തിനാ? ഈ കുടുംബം കലക്കിട്ട് വന്നിട്ട് വേണം എനിക്ക് എണ്ണ തേച്ചൊന്ന് കുളിക്കാൻ. മനസ്സിലായില്ലേ? ഇല്ല. എടി, കലക്കിയ പാപം കുളിച്ചാ തീരും. ശരിയെന്നാ, ഓക്കെ, ഞാൻ പിടിച്ചോളാം. ഇപ്പൊ എന്തോ കാര്യത്തിനാന്നാ ഇങ്ങോട്ട് തിരക്കി വന്നേ? കുറെ വർഷമായില്ലേ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോഴാണല്ലോ തിരക്കിയത്. വെറുതെ അല്ല നിങ്ങളെ നാട്ടുകാരെ കുടുംബം കലക്കി കുഞ്ഞപ്പൻ എന്ന് വിളിക്കുന്നേ. അത് മറ്റുമല്ല, എനിക്കെന്നൊരു പേരെടുക്ക്. ഡബിൾ പ്ലേറ്റ് കുഞ്ഞപ്പൻ. മനസ്സിലായില്ല? 2ഉം 2 പാത്രമാക്കണ കുഞ്ഞപ്പൻ. കണ്ടോ ഇപ്പോഴും നമ്മളെ തമ്മിൽ പിരിക്കണോന്നുള്ള മനസ്സാങ്ങാർക്ക്. എടാ മോനെ, ഞാൻ ഇവിടെ വന്നെന്താ അറിയാമോ? ഈ താടകയുടെ കയ്യിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ വേണ്ടി വന്നോ. ഞാൻ താടകയോ? ഒരു സ്ത്രീയുടെ ഒരു മരുമോളുടെ മുഖത്ത് നോക്കി എന്നെ താടകാന്ന് വിളിച്ചത് നിങ്ങളൊരു അമ്മായിയച്ഛനാണോ? ഒരു മരുമോളോട് ഇങ്ങനെ പറയാവോ? അയാളുടെ ഭാര്യയല്ലയോ ഞാൻ? ഇങ്ങനെയൊക്കെയുള്ള വർത്താനം പറയും. ഇതെന്തോ കുഴപ്പമാക്ക്. സമാധാനം, സന്തോഷം, എല്ലാ രീതിയിലും സന്തോഷമായിട്ട് ജീവിക്കുന്ന ആ മനുഷ്യരെ ഞാൻ നോക്കിയെടുത്ത് വളർത്തുന്നവരെ എന്നെ താടകാന്ന് പറയുന്ന ഒരു അമ്മായിയച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. അറിയാമോ? ഞാൻ കണ്ടിട്ടില്ല. ഭാര്യക്ക് ഇത്രയും ഡയലോഗ് ഉണ്ടായിരുന്നു. ഞാൻ കളിച്ചാ മതിയായിരുന്നു ഭാര്യ.